നാട്ടിൽ വന്നിട്ട് നമ്മൾ ഇതുവരെ അമ്പലങ്ങളിലൊന്നും പോയില്ല. അപ്പോൾ എല്ലാ മാസവും മോളുടെ പേരിൽ ഇവിടെ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താറുണ്ട്. സാധാരണ അമ്മയാണ് നടത്താറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ പോയി നടത്താമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്ക് കാലിന് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണിത്. ശാസ്താവിൻ്റെ അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തൂടെയാണ് റോഡ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാനുള്ളത്. അവിടുന്ന് ഞങ്ങളപ്പോൾ വണ്ടി നേരെ കരുനാഗപ്പള്ളിയിലേക്ക് വിട്ടു. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് വണ്ടി എടുത്തപ്പോഴൊന്നും വലിയ മഴയില്ല. പക്ഷേ നമ്മുടെ ഓച്ചിറയൊക്കെ എത്തിയപ്പോഴത്തേക്ക് മഴ ഏകദേശം പെയ്തു തുടങ്ങി. ആദ്യം ചെറുതായിട്ടേ ഉള്ളായിരുന്നു മഴ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, ഇവിടെ മഴയുണ്ടെങ്കിൽ അവിടെ മഴയില്ല, ഇവിടെ ചെറിയ മഴയാണെങ്കിൽ അവിടെ വലിയ മഴ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഓച്ചിറ അമ്പലം എത്തി. പിന്നെ മഴയും, പിന്നെ അവിടെ നമ്മൾ 9:30 മുന്നേ ചെന്ന് ഇതിനുള്ള രസീത് എഴുതണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നടക്കില്ല, ആ പൂജ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. ഓച്ചിറ അമ്പലത്തിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ദിവസം പോയി അവിടെ പോയി അമ്പലത്തിൽ തൊഴുതിട്ടുണ്ടായിരുന്നു. വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓച്ചിറ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, കുറച്ച് മുല്ലപ്പൂ വാങ്ങണം. അങ്ങനെ ചേട്ടനെ കൊണ്ട് മുല്ലപ്പൂ വാങ്ങിപ്പിച്ചു. പക്ഷേ മുല്ലപ്പൂ വെച്ചില്ല. കുറച്ച് കഴിഞ്ഞ് അമ്പലത്തിലെത്തിയതിന് ശേഷമാണ് മുല്ലപ്പൂ വെച്ചത്. അതുവരെ കാറിൻ്റെ ഡാഷിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ നല്ല മഴയല്ലേ, മഴയത്ത് വണ്ടി ഓടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ പോവുകയാണ്. അപ്പം നമുക്ക് ഓച്ചിറ കഴിഞ്ഞ് മുക്കടയിൽ നിന്ന് നേരെ കിഴക്കോട്ടാണ് പോകേണ്ടത്. അപ്പം ഞങ്ങൾ അമ്പലം എത്തി. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അന്ന് ആയില്യം ആയതുകൊണ്ട് തന്നെ ഈ വഴിയിൽ കൂടെ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് മുന്നേ ഒക്കെ എത്തിയാലേ അവിടെ കൂടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ബാക്ക് സൈഡിലൊരു വഴിയുണ്ട്. അപ്പോൾ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ ഞാനും മക്കളും ചേട്ടനും എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ ചെന്ന് തൊഴുത് നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അമ്പലത്തിൽ പോകുന്നത്. ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് തരണേ എന്ന് പ്രാർത്ഥിച്ചു.